എമ്പുരാനെതിരെ സിനിമയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ ബി.ജെ.പിയിൽ ആശയക്കുഴപ്പം. ആർ.എസ്.എസ് നേതാക്കളും സംഘപരിവാർ പ്രൊഫൈലുകളും എമ്പുരാനെതിരെ പ്രചരണം ശക്തമാക്കി. എന്നാൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എമ്പുരാൻ കാണുമെന്ന് പ്രഖ്യാപിച്ച് ചിത്രത്തിന് വിജയാശംസ നേർന്നു. എന്നാൽ ചിത്രം ശുദ്ധ അസംബന്ധം വെള്ളപൂശാനെന്നും ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥിന്റെ പരസ്യ പ്രതികരണം വന്നു. കഷ്ടം, നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ. ഇവിടെ ഇപ്പോ സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഒരു സിനിമ ഇറക്കാൻ പോലും അവകാശമില്ല. ഒരു സിനിമ ഇറക്കുന്നതിന് മുമ്പ് ഈ സിനിമ എല്ലാ ആൾക്കാരെയും കാണിച്ച് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇപ്പൊ സിനിമ ഇറക്കാൻ പറ്റത്തുള്ളൂ. നാട്ടിലുള്ള എല്ലാ ഗ്രൂപ്പിനെയും, എല്ലാ സംഘടനയെയും, എല്ലാ രാഷ്ട്രീയക്കാരെയും, എല്ലാ നേതാക്കന്മാരെയും, എല്ലാ അണികളെയും കാണിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തി ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇനിയിപ്പൊ നമുക്ക് സിനിമ ഇറക്കാൻ പറ്റത്തുള്ളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇല്ല. സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാനുള്ള ഒരു അഭിപ്രായം പറയാനും പോലും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ല. സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ പോരെ. അത് റിയാലിറ്റി അല്ല, അതൊരു സിനിമ മാത്രമാണ്. നമുക്ക് റിയാലിറ്റിയിൽ നിന്ന് കുറച്ചു നേരം എക്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ട് ഫോം, അങ്ങനെ മാത്രം കാണുക. സിനിമയെ സിനിമയായി കാണാൻ പോലും ഉള്ളൊരു തിരിച്ചറിവില്ലാത്ത കുറെ ആൾക്കാർ, കുറെ നേതാക്കന്മാരും കുറെ ഗ്രൂപ്പുകളും. കഷ്ടമാണ് ഇവരുടെയൊക്കെ കാര്യം. ഇനി സിനിമയെ സിനിമയായിട്ട് കാണാൻ ഇവരൊക്കെ ഇനി എന്നാണ് പഠിക്കുന്നത്? ഈ നേതാക്കന്മാർക്കൊന്നും ഒരു പണിയില്ലെന്നാ തോന്നുന്നത്. ഈ രാഷ്ട്രീയക്കാർക്കൊന്നും ഒരു പണിയും ഇല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇവർക്കൊന്നും ഒരു പണിയുമില്ല. അതാണ് സത്യം. ചിത്രം എമ്പുരാന്റെ റിലീസിന് പിന്നാലെ ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ ചൊല്ലി സംഘപരിവാർ നേതാക്കളിലും അണികളിലും ആശയക്കുഴപ്പമാണ്. പ്രമേയത്തിലും കഥാപാത്രങ്ങളിലും ബി.ജെ.പി വിമർശനമുണ്ടെന്ന സിനിമാവലോകനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഉണർന്നത്. എമ്പുരാനെതിരായ സൈബർ ആക്രമണവും തുടങ്ങി. പക്ഷേ വ്യാപക ആക്രമണം തുടങ്ങും മുൻപ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എമ്പുരാന് പിന്തുണ പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കി. മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ നേർന്ന് എമ്പുരാന്റെ പോസ്റ്ററും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ സംസ്ഥാനത്തെ ആർ.എസ്.എസിന്റെ മുതിർന്ന ചുമതലക്കാരിൽ ഒരാളായ ജെ നന്ദകുമാർ എമ്പുരാൻ സിനിമയെ രൂക്ഷമായി വിമർശിച്ചു. വാര്യംകുന്നനായി എമ്പുരാൻ എന്നാണ് ആർ.എസ്.എസിന്റെ പരിഹാസം. ഇവരുടെയൊക്കെ ഈ പ്രവൃത്തി കാണുമ്പോഴേ എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരു പണിയില്ലാതെ കുത്തിയിരിക്കുകയാണ്, സിനിമ ഇറങ്ങുന്നത് നോക്കി. എന്നിട്ട് സിനിമയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിച്ച് സിനിമയെ നന്നാക്കാൻ വേണ്ടി നടക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? കേരളത്തിൽ കുറച്ച് നാളും കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് അല്ലേ? 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് എന്തുമാത്രം പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് ജനങ്ങൾ കണ്ണു തള്ളിയിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പൊ നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. എല്ലാം തകിടം മറിഞ്ഞ് ക്രമസമാധാനം മുഴുവനായിട്ട് നശിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ നേതാക്കന്മാരുടെ ഒന്നും പോസ്റ്റ് ഞാൻ കണ്ടില്ല. FB-യിലും കണ്ടില്ല, സോഷ്യൽ മീഡിയയിലുള്ള ഒരു അക്കൗണ്ടിലും ഈ നേതാക്കന്മാർക്ക് പോസ്റ്റ് ഇടാനില്ല. ഇപ്പൊ എമ്പുരാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും പോസ്റ്റിന്റെ ബഹളമാണ്, ഹേറ്റ് ക്യാമ്പയിനാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഒന്നും ചെയ്യുന്നില്ല. ആ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല, അവർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ കൊള്ളത്തില്ല, അങ്ങനെ പറഞ്ഞ് ചർച്ച ചെയ്യും. അവർക്കൊക്കെ എതിരെ സംസാരിക്കുക. ശരിക്കും പറഞ്ഞ ഈ നേതാക്കന്മാരുടെ ഡ്യൂട്ടി അതല്ലേ, റെസ്പോൺസിബിലിറ്റി അതല്ലേ? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നാട്ടിൽ ക്രമസമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് അതിനു വേണ്ടിയുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടെത്തേണ്ടതിന് പകരം സിനിമയെ നന്നാക്കാൻ വേണ്ടി നടക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാർ. എങ്ങനെ ഇരിക്കുന്നു? പിന്നെ എങ്ങനെ നമ്മുടെ നാട് നന്നാവും? ഇതിനു മുമ്പ് മാർക്കോ ഇറങ്ങിയപ്പോൾ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം മാർക്കോ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയുടെ മണ്ടയ്ക്കോട്ട് എല്ലാ കുറ്റങ്ങളും അങ്ങ് ചുമത്തി. ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം മാർക്കോ ആയിരുന്നു. അങ്ങനെ തടി നേതാക്കന്മാര്. ഇനി ഇപ്പൊ എമ്പുരാൻ ഇറങ്ങിയതോട് കൂടിയിട്ട് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന പ്രശ്നങ്ങൾക്കും കാരണം എമ്പുരാനാണ് എന്ന് ഇനി പറഞ്ഞു വരുത്തും. ആ സിനിമയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആ സിനിമയിലുള്ള കോണ്ടന്റ്, അത് ഒരു ഡയറക്ടറിന്റെയും ഒരു റൈറ്ററിന്റെയും പെർസ്പെക്റ്റീവിൽ നിന്ന് അവരുടെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ അഭിപ്രായം മാത്രമാണ്. അതിപ്പം എന്ത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും അതിനകത്ത് എന്തൊക്കെയോ വലിയ വലിയ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തേക്കുന്നു, വലിയ വലിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നു, ആരാണ്ടെയൊക്കെ പ്രോത്സാഹിപ്പിച്ചേക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ സിനിമ കണ്ടില്ല. സിനിമ കണ്ടതിന് ശേഷം ഞാൻ സിനിമയുടെ റിവ്യൂ പറയാം. സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം കണ്ടതിന് ശേഷം ഞാൻ പറയാം. പക്ഷേ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് സംഭവത്തെക്കുറിച്ച് ആയിക്കോട്ടെ, അതൊരു ഡയറക്ടറിന്റെ അല്ലെങ്കിൽ റൈറ്ററിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവരുടെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ വെറും ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ പോരെ? നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ റൈറ്ററും ഡയറക്ടറും അവതരിപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന് ദോഷം വരുന്ന രീതിയിൽ ഒരു കാര്യവും അതിനകത്ത് അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെ അവതരിപ്പിക്കാൻ ആർക്കും അവകാശമില്ല.
എന്തിനാണ് ഇങ്ങനെ വലിയ പെരുപ്പിച്ച് കാണിക്കുന്നത്? വല്ലാത്ത കഷ്ടമാണ്. ഒരു പണിയില്ലാതെ കുറേ എണ്ണം ഇരിക്കുകയാണ് നേതാക്കന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട്. ഈ ആവേശം നമ്മുടെ നാട് നന്നാക്കാൻ കാണിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ പരിഹരിച്ചേനെ. ഓപ്പോസിറ്റുള്ള പാർട്ടിക്കാരും മറ്റ് നേതാക്കന്മാരും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് സംഘടനയൊക്കെ ഉണ്ടല്ലോ. ഈ സംഘടനയൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടത്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പുറകെ പോയി അതിനകത്ത് പിടിച്ചോളും. ഇപ്പം ചാനലുകളിലൊക്കെ വലിയ ചർച്ചയാണ്. ഇന്നലെ ഒരു ചർച്ചയ്ക്കകത്ത് സീക്രട്ട് ഏജന്റ് സായികൃഷ്ണ ഒരു കാര്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ക്ലൂകൾ ആ സിനിമയുടെ പ്രൊമോഷൻ മെറ്റീരിയൽസിലുണ്ട്. EN നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഈ സിനിമയുടെ ഈ ഒരു ട്രെയിലറോ ഒരു പോസ്റ്ററോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത്യാവശ്യം ലൂസിഫറിനെ കുറിച്ചിട്ട് ഇത്തിരിയെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ലൂസിഫറിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്സ് എന്താണെന്നും എമ്പുരാൻ വരുമ്പോൾ അതിൽ കാണിക്കാൻ പോകുന്ന പൊളിറ്റിക്സ് എന്താണെന്നുള്ളതും ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അതിൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു സാർ. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ലാതെ നിങ്ങൾ സിനിമ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് അതിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്, അതിൽ ഞങ്ങളെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് മറ്റേ പരിപാടിയാണ്. CID മ്യൂസിയത്തിലുണ്ടല്ലോ ഇത് എന്നെയാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ ജഗതി, നമ്മളെ ഇങ്ങനെ ജഗതി. അതേപോലെയാണ് ഇത് ഞങ്ങളെ പറഞ്ഞു എന്ത് പറഞ്ഞു സാർ? നോർത്ത് നിന്നൊക്കെ പ്രൊപ്പഗണ്ട മൂവി ഇവിടെ ഇറക്കി വിടുന്ന സമയത്ത് ഇതേ സംഘപരിവാർ വെൽറ്റുകൾ പറഞ്ഞിരുന്നത് എന്താ? ഇതൊരു സിനിമയാണ്, സിനിമയായിട്ട് കാണണം, ക്രിയേറ്റീവ് സ്പേസ് ആണ്, സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കലുണ്ടല്ലോ. നോർത്ത് നിന്ന് വരുന്ന പ്രൊപ്പഗണ്ട സിനിമകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു വർത്താനം, ഇവിടുന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് അതിനകത്ത് ഇതേപോലെ ആ സിനിമ ഞാൻ കണ്ടതാ രാവിലെ, അതിനകത്ത് 3 പാർട്ടികളെയും ഒരുപോലെ കുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ അടക്കം പറയുന്ന പല എലമെന്റുകളും വളരെ പ്രത്യക്ഷത്തിൽ അതിൽ കാണുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ഒരു അസഹിഷ്ണുതയുടെ ഫേസ് എന്തിനാണ് സംഘപരിവാറിന് വരുന്നത്? എന്തിനാണ് ഇവിടുത്തെ നേതാക്കൾ? സായി ഇവിടെ പറയുന്നത് കറക്റ്റ് കാര്യമാണ്. ഒരു സിനിമ ഇറങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും എതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുകയാണ്. പൃഥ്വിരാജിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ. പൃഥ്വിരാജിന് ഏതാണ്ട് അന്താരാഷ്ട്ര ബന്ധമുണ്ട്, പൃഥ്വിരാജിന് ആരാണ്ടൊക്കെ ഫണ്ടിങ് ഉണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ തോന്നിവാസം പറഞ്ഞു വരുത്തുന്നത്? വെറും ഒരു അഭിപ്രായം, വെറും ഒരു പെർസ്പെക്റ്റീവ്, ആ രീതിയിൽ മാത്രം ഇതിനെയൊക്കെ കാണുക. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. എന്തൊരു ഇൻസിഡന്റ് നടന്നാലും, ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഇൻസിഡന്റ് നടന്നു, ആ ഇൻസിഡന്റ് കാണുന്ന ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും അവർ അഭിപ്രായം പറയുന്നത്. എല്ലാവർക്കും കുരുപൊട്ടുവാണ്. ഈ കുരുപൊട്ടൽ നമ്മുടെ നാട് നന്നാക്കാൻ കാണിച്ചിരുന്നുണ്ടെങ്കിൽ വെറും പുച്ഛമാണ് തോന്നുന്നത്. ഇവരുടെയൊന്നും അഭിപ്രായത്തോട് എനിക്ക് വലിയൊരു വാല്യൂവും തോന്നുന്നില്ല. കാരണം വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവർ പറയത്തില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യത്തുമില്ല, ചുമ്മാ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ, ഏതെങ്കിലും ഒരു സിനിമ ഇറക്കുമ്പോൾ ആ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ചെന്ന് പാര വെക്കാൻ വേണ്ടി നടക്കും. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുകയും വേണ്ട, ചെയ്യുകയും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ പൃഥ്വിരാജിനെതിരെയാണ്. പൃഥ്വിരാജ് ഏതാണ്ട് വലിയ മഹാ അപരാധം കാണിച്ചു. അയാളൊരു ഡയറക്ടറാണ്. ആ ഡയറക്ടറിൻ്റെതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അയാളൊരു സിനിമ ഇറക്കി. ആ സിനിമയെ സിനിമയായിട്ട് കാണാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മനുഷ്യരല്ല. ഇത്രയ്ക്കും ബോധമില്ലേ? ഇപ്പൊ 4 വഴിയിൽ കൂടാ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിന്. ഇതാണ് പറയുന്നേ. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ നാട് നന്നാവാൻ പോകുന്നില്ല. നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേതാക്കന്മാരെ എന്നുള്ള രീതിയിൽ പ്രതിഷ്ഠിച്ചേക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവന്മാർക്കൊന്നും നാട് നന്നാക്കണ്ട. കഷ്ടം തന്നെ. കേരളത്തില് ഇപ്പൊ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ആ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പരിഹാരം കണ്ടെത്തിയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ. ഈ പോസ്റ്റൊക്കെ ഇടുന്ന നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ള ആ കാര്യമാണ്, വലിയ ഉപകാരമായേനെ. ഇത് കണ്ടില്ലേ, BJP നേതാവായിട്ടുള്ള MD രമേശ് പറഞ്ഞ കാര്യമാണ്. ഇദ്ദേഹം പറഞ്ഞ എക്സാക്ട് കാര്യമാണ്. ഒരു സിനിമയെ സിനിമയായിട്ട് കാണുക, വിമർശനത്തെ വിമർശനമായിട്ട് മാത്രം കാണുക. ഓരോരുത്തർക്കും വിമർശിക്കാനുള്ള അവകാശമുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെ വെറും ഒരു ക്രിട്ടിസിസമാണ് അല്ലെങ്കിൽ വെറും ഒരു വിമർശനമാണ്, അതിനെ ആ രീതിയിൽ കണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതല്ല നമുക്കെതിരെ അങ്ങ് പ്രശ്നമാണ്, അങ്ങനാണ് ഇങ്ങനാണ്, ഇത് മൊത്തം പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പെരുപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം പ്രശ്നമായിട്ട് തോന്നത്തുള്ളൂ. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് അതൊക്കെ പരിഹരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കാം. സത്യത്തിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം സിനിമയോ ഒന്നുമല്ല, നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരാണ്. ഇതുപോലുള്ള നേതാക്കന്മാരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം.